വിവാദങ്ങൾക്കിടെ വയനാട് പുനരധിവാസ ഫണ്ടിന്റെ കണക്ക് പുറത്തുവിട്ട് കോൺഗ്രസ്. ആകെ 5,38,21,632 രൂപ ലഭിച്ചുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസും നൽകിയിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായി സ്ഥലം വാങ്ങാൻ 6,18,00,000-ലധികം രൂപ ചെലവായെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നു. പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെടുത്ത ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് അക്കൗണ്ട് വഴി 5,38,21,632 രൂപയാണ്. ഈ ഫണ്ട് കളക്ഷന് വേണ്ടി ആപ്പ് നിർമ്മിക്കുന്നതിനും മറ്റുമായിട്ട് 9,30,000 രൂപ ചെലവാക്കി. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് അത് 2 ഏക്കർ 18 സെന്റ് ഭൂമിയാണ്. അതിന് 2,50,30,272 രൂപ കൊടുത്തു. പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഒടുവിൽ വയനാടിൽ ഫണ്ട് പിരിവിൽ എത്ര പണം കിട്ടിയെന്നും അതിൽ എത്ര പണം ചെലവാക്കി എന്നുള്ള കാര്യവും KPCC അധ്യക്ഷൻ വ്യക്തമാക്കുകയാണ്. അപ്പോൾ വീട് പണിക്കായി ഇനി തുക ബാക്കിയില്ല, അതേസമയം ഇനി പിരിവില്ല എന്ന് കൂടിയാണോ അദ്ദേഹം വിശദമാക്കുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നത് വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കണക്ക് അവതരിപ്പിക്കാൻ എന്താണ് വൈകുന്നത്, അവിടെയുള്ള മരിച്ചവരുടെ വികാരം വിറ്റ് പണം ഉണ്ടാക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക് എന്നുള്ളതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആരോപണം ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കുന്നത്. ആകെ 5 ഏക്കർ 42.5 സെന്റ് സ്ഥലം ഈ വയനാടിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഏകദേശം 5,38,21,632 രൂപയാണ് 2 അക്കൗണ്ടുകൾ വഴി KPCC അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ജോയിന്റ് അക്കൗണ്ട് വഴി സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി ലഭിച്ചതാണ് എന്ന് ഓരോ കൃത്യമായ രീതിയിലുള്ള സംഖ്യ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ KPCC അധ്യക്ഷൻ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കണക്കെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബാലൻസ്, അതായത് ബാക്കി നിൽക്കുന്ന തുക, അത് ഒന്നും തന്നെ KPCC അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലം ഏറ്റെടുപ്പിൽ മാത്രമാണ് ഇപ്പോൾ പണം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി പണം പുതുതായി കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഇനിയൊരു ഫണ്ട് പിരിവിലേക്ക് കോൺഗ്രസ് പാർട്ടി കടക്കുന്നില്ല. അത് കോൺഗ്രസിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് KPCC-യും AICC-യും ഒക്കെ ഇടപെട്ടുകൊണ്ട് തനത് ഫണ്ടായി ശേഖരിച്ച് ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ളതാണ് KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും വിവാദങ്ങൾക്കിടെ കണക്ക്, കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിച്ചിട്ടുള്ള പണം, അതിന്റെ കണക്ക് KPCC അധ്യക്ഷൻ അവതരിപ്പിച്ചിരിക്കുന്നു. CPM-ന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം KPCC കോൺഗ്രസ് നൽകിയിരിക്കുന്നു. സ്മൃതി, ശരി.